ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ചക്കക്കുരു മാങ്ങ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് മുരിങ്ങക്കായും കൂടെ കട്ട് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ചക്കക്കുരു മാങ്ങയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഈ ഒരു ചേരുവ കൂടെ ചേർത്തിട്ട് ചക്കക്കുരു മാങ്ങ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ചക്കക്കുരു ഒക്കെ കിട്ടുന്ന സമയമാണ്. അപ്പം നമ്മൾ ചക്കക്കുരുവും മുരിങ്ങക്കായും ഇതുപോലെ ചെറുതായിട്ടൊന്ന് തൊലി കളഞ്ഞിട്ട് ചീകിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ചക്കക്കുരു ആണെങ്കിൽ നമ്മൾ ഇതുപോലെ പുറത്തെ തൊലി മാത്രമേ കളയാവുള്ളൂ. അകത്തെ ആ ബ്രൗൺ ഉള്ളത് കളയില്ല. പുറത്തെ ആ വൈറ്റ് തൊലി മാത്രം കളഞ്ഞിട്ട് നമ്മൾ ചക്കക്കുരു മാങ്ങ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചക്കക്കുരു കുറച്ച് മുഴുപ്പിലിരിക്കുമായിരിക്കും നല്ലത്. അതുകൊണ്ട് ഞാൻ ഒരു ചക്കക്കുരു രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു വലിയ മാങ്ങയുടെ ഒരു സൈഡിലത്തെ എടുത്തിട്ടുണ്ട്. പുളി കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ പകുതി ഇട്ടാൽ മതിയായിരിക്കും. നമുക്കിതെല്ലാം കൂടി കുക്കറിലാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഒരു വിസിലടിച്ചൊന്ന് നമുക്ക് വേവിപ്പിച്ചെടുക്കാം. ഇതെല്ലാം നമ്മൾ കഴുകിയെടുത്ത് തന്നെ വെച്ചിരിക്കുന്നതാണ്. മാങ്ങ ആണെങ്കിൽ കുറച്ചൊന്ന് ചെറുതായിട്ടുണ്ട്, ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമില്ല. പച്ചമാങ്ങ പെട്ടെന്ന് വെന്ത് വരും. കൂടത്തിൽ നമ്മൾ ഒരു നുള്ള് മഞ്ഞളും കൂടി ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു തണ്ട കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു വിസിലടിച്ച് ഒന്ന് വേവുന്നത് വരെ വെക്കാം. നമ്മൾ ചക്കക്കുരു ഒക്കെ വെന്ത് വരുന്ന സമയത്ത് അതിൻ്റെ അരപ്പൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ഒരു മുറി തേങ്ങ ചിരകിയെടുത്താണ്. ചെറിയ ഉള്ളിയൊക്കെ ആയിരിക്കും, ചെറിയ ഉള്ളിയും കാന്താരിയൊക്കെ ആയിരിക്കും നമുക്ക് ചക്കക്കുരു മാങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു 10-20 ഉണങ്ങിയ കാന്താരിയാണ്, അതുകൊണ്ട് ഒരു 10-20 എടുത്തിട്ടുണ്ട്. പച്ചക്കാന്താരി ആണെങ്കിൽ ഇത്ര എടുക്കരുത്. ഒരു നുള്ളു ജീരകം വേണം. പിന്നെ ചെറിയ ഉള്ളി നമ്മൾ കുറച്ചൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്, 8-10 എണ്ണം. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ മുരിങ്ങക്കായും ചക്കക്കുരു ഒക്കെ നല്ലതുപോലെ വെന്തിരിക്കുവാണ്. നമ്മൾ അരപ്പ് ചേർക്കേണ്ടതുകൊണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ആ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇതിന് ചേർക്കുന്ന തേങ്ങയൊക്കെ നമ്മൾ നല്ലതുപോലെ ഒന്ന് അരഞ്ഞു കിട്ടണം. നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചിട്ടുണ്ട്. ഒരു നുള്ളു മഞ്ഞളും കൂടി ഇട്ടിട്ടാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. നമുക്കൊരു ശകലം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കറിയായിട്ടല്ലേ എടുക്കുന്നത്, അപ്പോൾ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഇത്തിരി ചെറിയ ഉള്ളി നമ്മൾ കടുക് പൊട്ടിച്ച്, വെളിച്ചെണ്ണയിലാണ് കടുക് പൊട്ടിച്ച് ഒഴിക്കേണ്ടത്. അപ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം നമ്മുടെ ചക്കക്കുരു മാങ്ങ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ ചക്കയും ചക്കക്കുരുവും മുരിങ്ങക്കായും ഒക്കെ ഉള്ള സമയമാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം.